ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്. ഇത് ദീപാവലി സമയത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തരാറുള്ള ഒരു ഡിഷാണ്. അതിൻ്റെ കൂടെ എൻ്റെ ഒരു റെസിപ്പി കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. കൂടുതലും ദീപാവലികളിൽ എൻ്റെ അമ്മ ഇത് തന്നെ ഉണ്ടാക്കി തരാറുണ്ട്. ആ ഒരു ഓർമ്മയിലേക്ക് ഞാൻ പോകുന്നു. നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ചുവടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തിരുമിയ തേങ്ങ 1.5 കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്ക ചതച്ചത്, ഇത് ശർക്കരയാണ്. ശർക്കര തിളപ്പിച്ച് അരിച്ച് എടുത്തതാണ്. ഇത് ഏതാണ്ട് 1 കപ്പോളം വേണ്ടി വരും. ഇത് ഞാൻ ഈ തേങ്ങാ മിശ്രിതത്തിലേക്ക് ഒഴിക്കുകയാണ്. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച പഴം കൂടി ചേർക്കുന്നു. ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി വേണ്ടുന്നത് 2 കപ്പ് ഗോതമ്പ് മാവ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പ്, ഒരു 1.5 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണിത്. ഇതൊന്ന് നന്നായിട്ട് നനച്ചെടുക്കുക. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു 1.25 കപ്പോളം വെള്ളം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് സോഫ്റ്റായിട്ടാണ് കുഴയ്ക്കുന്നത്. സോഫ്റ്റാണ്. ഇനി ഇത് നമുക്ക് ഈക്വൽ സൈസിലുള്ള ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഇത് വാഴയിലയാണ്. വാഴയില ഞാൻ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വട്ടത്താമര ഇലയാണ്. ഇതിനി നമുക്ക് നിരത്തിയെടുക്കാം. കുറച്ച് വെള്ളം തൊട്ടുകൊണ്ട് നിരത്തിയെടുക്കുക. കഴിയുന്നത് തിന്നായിട്ട് തന്നെ നിരത്താൻ നോക്കുക.
അല്ലെങ്കിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡുകൾ നല്ലതുപോലെ അമർത്തി ഒട്ടിച്ച് എടുക്കുക. ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടെണ്ണം ചുട്ടെടുക്കാം. ഇതിൽ കുറച്ച് എണ്ണ തടവിട്ടുണ്ട്. രണ്ട് വശവും ചുട്ട് എടുക്കണം. അതുപോലെ ഞാനൊരു സ്റ്റീമർ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അതിൻ്റെ അകത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കിയും ചെയ്യാം. അടച്ചു വെച്ച് സ്റ്റീം ചെയ്യുക. ഇത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇനി ഈ സൈഡ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ബാക്കി വന്ന 2 ബോൾസിലെ മാവ് ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മടക്കി എടുക്കാം. ഒന്ന് വെള്ളം തൊട്ട് ഒന്ന് പിഞ്ച് ചെയ്യണം. ഇതുപോലെ ഇരിക്കും. ഇതിന് ഞങ്ങൾ എണ്ണയിൽ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകട്ടെ. ഇത് തയ്യാറായിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇനി ഇത് മറിച്ചിടാം. രണ്ട് സൈഡും ഫ്രൈ ചെയ്ത് എടുക്കുക.
ഈ ഡിഷ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം. ഓൾസോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. Thank you for watching and bye for now and have a happy Diwali.